ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാംഗോ ഹൽവയാണ്. അതിന് വേണ്ടിയിട്ട് 2 നല്ലപോലെ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പീൽ ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കണം. നാരില്ലാത്ത മാങ്ങയാണ് ഏറ്റവും നല്ലത്. ഇത് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. ഒരു മീഡിയം മധുരമേ ഉള്ളൂ, ഒരുപാട് മധുരം ആകുന്നില്ല. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തു. ഇതിനകത്തിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇത് നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ എന്നിട്ട് ഞാനൊരു പാൻ എടുത്തു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങായും പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നത് നല്ലത്, എളുപ്പമാകുകയും ചെയ്യും. എളുപ്പം ഇത് വിസ്ക് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ അകത്തിൽ കട്ട പിടിച്ചൊന്നും കിടക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സാക്കണം. ഇപ്പോഴിതൊന്ന് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ആദ്യം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെക്കാം. എന്തായാലും ഒരുപാട് സമയം പറ്റത്തില്ല. ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന സാധനമാണ്. ഒരു നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു തിള പോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. അതുവരെ നമ്മളിതൊന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കുക. കൈയെടുക്കാനേ പാടില്ല. ഇളക്കാണിതിൻ്റെ പ്രധാനം. കാരണം അല്ലെങ്കിൽ അടിക്ക് കട്ട പിടിച്ചു പോകും. കോൺഫ്ലോർ പെട്ടെന്ന് കട്ട പിടിക്കുന്നതാണ്. കുറച്ചൊന്ന് അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആ വാനില എസൻസും അതിൻ്റെ എല്ലാ പോർഷനിലും എത്തണം. ഇപ്പോൾ കുറേ വെള്ളം വറ്റിക്കിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ആകാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യിട്ട് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ഒരു 4 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് 4 ടീസ്പൂൺ മാത്രമേ ഇതിനകത്തിൽ നെയ്യ് ചേർത്തിട്ടുള്ളൂ. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം നമുക്കായി കിട്ടണം. ഇടയ്ക്ക് ഞാൻ ഇതിനകത്തിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. കാഷ്യൂനട്ടും എള്ളും ഒക്കെ ഓപ്ഷനിലാണ്. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വീണ്ടും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ടായി എന്ന് പറയാനായില്ല. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിന് ഞാനത് ഒരു ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നിരത്തി കൊടുക്കണം, പെട്ടെന്നത് ആറി കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ അടിപൊളി മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം. അടിപൊളി ഹൽവ. ഓക്കെ, താങ്ക് യു സോ മച്ച്.